ഹൈബ്രിഡ് എൻട്രൻസ് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ടേമാണ് ഹൈബ്രിഡ് സിസ്റ്റം. ശരിക്കും എന്താണ് ഈ ഹൈബ്രിഡ് സിസ്റ്റം? ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളുടെ എഫക്റ്റീവ്നെസ് പരമാവധി പ്രയോജനപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന ഒരു അക്കാദമിക് പ്ലാനിനെയാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സൈലത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവില്ലേ? ഡേ 1 മുതൽ നിങ്ങൾ എക്സാം എഴുതുന്നത് വരെയുള്ള ഓരോ ദിവസങ്ങളിലെയും കൃത്യമായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അക്കാദമിക് പ്ലാൻ തന്നെ സൈലത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഡേ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ്ലൈൻ ക്ലാസ്സിനുള്ള ടൈമാണ്. അതായത് ഓഫ്ലൈൻ ക്ലാസ്സിനായി വിദ്യാർത്ഥി സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് വരുന്നു. അവിടെ എത്തിയാൽ നിങ്ങളുടെ ടീച്ചറുമായിട്ട് വളരെ ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനിലൂടെ ഡേ 1 നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി ഡേ 1 ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് എത്തിയാൽ രാവിലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഇനി ഡേ 2 എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആണ്. അതായത് നിങ്ങൾക്ക് ഡേ 2 ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഡേ 2 എന്താണ് ശരിക്കും ചെയ്യുന്നുണ്ടാവുക? ഡേ 1 നമ്മൾ എന്താണോ പഠിച്ചത് ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് അടങ്ങിയിട്ടുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ധാരാളം ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നതിനുള്ള സമയമാണ് ഡേ 2 എന്ന് പറയും. അപ്പോൾ കൃത്യമായിട്ട് ഡേ 1 പഠിച്ച ടോപ്പിക്കുകളെ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡേ 2 DPPയിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്യാം. ഇനി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സിലൊക്കെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെയും സൊല്യൂഷൻസ് സൈലം ആപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഇനി അത് മാത്രമല്ല, റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ടോപ്പിക്ക് ഒരിക്കൽ കൂടി എനിക്ക് ആ ഒരു ക്ലാസ് കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈലത്തിൻ്റെ പേൾ വീഡിയോസിലൂടെ വീണ്ടും ആ ടോപ്പിക്സ് കാണാനുള്ള ഒരു അവസരം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് അടിപൊളിയായിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴും നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് വേണം, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ സൈലം ആപ്പിനുള്ളിൽ തന്നെയുള്ള ഇൻഫൈനൈറ്റ് പ്രാക്ടീസ് സീരീസിനുള്ളിലുള്ള ഒരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുമുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന ഡൗട്ടുകളൊക്കെ തന്നെയും AI ഗുരു ഉപയോഗിച്ച് ക്ലിയർ ചെയ്യുന്നതിന് സാധിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ച് സെറ്റായിട്ടാണ് ഡേ 3 എഗെയിൻ നമ്മൾ സൈലത്തിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിനായി ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഡേ 3 ആദ്യം തന്നെ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പുതിയ ടോപ്പിക്ക് പഠിക്കാൻ പോവുകയല്ല. അതിനു മുമ്പായിട്ട് എന്താണോ ഡേ 1 ഡേ 2 പഠിച്ചത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സാം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എക്സാക്ട്ലി എൻട്രൻസ് എക്സാമിൻ്റെ പാറ്റേണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് നടത്തേണ്ടതെന്നും ഓരോ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്നും ഇനി ഏതൊക്കെ ടോപ്പിക്കാണ് എനിക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ ഐഡിയകളും കുട്ടികൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഡേ 1 ഡേ 2 ഡേ 3 കൃത്യമായിട്ടുള്ള പ്ലാനിലൂടെ ഓരോ ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്തിൽ തന്നെ പഠിക്കാനും റിവൈസ് ചെയ്യുന്നതിനുമുള്ള ഒരു അവസരമാണ് ഹൈബ്രിഡ് പ്ലാനിലൂടെ സൈലം നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡേ 1 മുതൽ അവസാന ദിവസം വരെയുള്ള അക്കാദമിക് പ്ലാൻ കേരളത്തിലെ എല്ലാ ഹൈബ്രിഡ് സെൻറ്ററുകളിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഡേ 1 കോഴിക്കോട് സൈലം ഹൈബ്രിഡ് ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് അതേ ടോപ്പിക്ക് തന്നെയായിരിക്കും കേരളത്തിലെ മറ്റ് ഹൈബ്രിഡ് ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളും പഠിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനോടൊപ്പം ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസും ഏറ്റവും മികച്ച അക്കാദമിക് പ്ലാനോടും കൂടിയിട്ടാണ് സൈലത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ നിങ്ങൾ പഠിച്ച് മുന്നേറാൻ പോകുന്നത്. റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് സൈലത്തിൻ്റെ ഈ ഒരു മൈൻഡ് മാപ്പ് തന്നെയാണ്. സൈലം ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചറാണ് ഈ ഒരു മൈൻഡ് മാപ്പ്. ഇതിനുള്ളിൽ എന്താണുള്ളത് എന്ന് നമുക്ക് നോക്കാം.
നമ്മൾ ന്യൂക്ലിയൈ എന്നൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സിലെ ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഓർത്തിരിക്കേണ്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും ഇക്വേഷൻസും ഡയഗ്രാംസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മൈൻഡ് മാപ്പ്. ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മൈൻഡ് മാപ്പ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങൾക്കായി സൈലം ഹൈബ്രിഡ് ക്യാമ്പസിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇനി സൈലം ക്ലാസ് റൂമുകളെ പറ്റി നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ഇവിടെ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊജക്ടർ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻഡ് ആണ്. ഇനി നിങ്ങൾ ഡേ 1, ഡേ 2, ഡേ 3 ഒക്കെ പഠിച്ചു, റിവൈസ് ചെയ്തു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പീരിയോഡിക്കലി ഇവിടെ GIB എക്സാംസ്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് കേരളത്തിൽ സൈലത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരേ സമയമാണ് എഴുതുന്നത്. അതിലൂടെ നിങ്ങളുടെ റാങ്കുകൾ പബ്ലിഷ് ചെയ്യുകയും നമ്മൾ ഇനി ഏതൊക്കെ ടോപ്പിക്കിലാണ് വർക്ക് ചെയ്യേണ്ടത്, ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ നടത്തണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ ഐഡിയാസും ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സിസ്റ്റമാറ്റിക് ആയ പഠനത്തിലൂടെ ഏറ്റവും മികച്ച അധ്യാപകരുടെ കീഴിൽ പഠിച്ച് എൻട്രൻസ് ക്രാക്ക് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സൈലത്തിലേക്ക് ജോയിൻ ചെയ്യും.